കോൺഗ്രസ് എംപിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി മുംബൈയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പ്രധാനമന്ത്രി മോദിയെയും വ്യവസായ പ്രമുഖനായ ഗൗതം അദാനിയെയും കടന്നാക്രമിക്കുകയുണ്ടായി. ധാരാവി ചേരി പുനർവികസന വിഷയമാണ് രാഹുൽ ഗാന്ധി പ്രധാനമായും ഉന്നയിച്ച കാര്യം. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി മോദിയുടെ സുഹൃത്തുക്കൾക്ക് മാത്രം ടെൻഡറുകൾ ലഭിക്കുന്നതെന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ബിജെപിയുടെ മുദ്രാവാക്യമായ ഏക് ഹേ തോ ന്യായ് ഹേ എന്ന മുദ്രാവാക്യത്തെ പരിഹസിച്ച രാഹുൽ ഗാന്ധി തങ്ങൾ ഒരുമിച്ചിരിക്കുന്നതുവരെ സുരക്ഷിതരാണെന്ന അദാനിക്ക് മുന്നിൽ കൈകോർത്ത് പ്രധാനമന്ത്രി മോദിയുടെ പോസ്റ്ററും കാണിക്കുകയും ചെയ്യുകയുണ്ടായി. ധാരാവിയിലെ ജനങ്ങളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കാൻ കോൺഗ്രസും സഖ്യകക്ഷികളും ബിജെപിയെ അനുവദിക്കില്ലെന്നും രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു. പ്രധാനമന്ത്രി തന്റെ വ്യവസായി സുഹൃത്തിന് മാത്രം ആനുകൂല്യങ്ങൾ നൽകാനാണ് പ്രധാനമായും ആഗ്രഹിക്കുന്നത്. മാത്രമല്ല പ്രതിപക്ഷം നാട്ടുകാർക്ക് അനുകൂലമായി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ആഗ്രഹമെന്നതും അദ്ദേഹം പ്രവർത്തിക്കുന്നതും ഉപയോഗശൂന്യമായ മുദ്രാവാക്യങ്ങൾ ഉപയോഗിച്ച് മതപരമായ ഭിന്നതകൾ സൃഷ്ടിച്ചും തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം തുടങ്ങിയ മുഖ്യധാര പ്രശ്നങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ്. എന്നാൽ രാഹുൽ ഗാന്ധി പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് വരാനിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ഏതാനും ശതകോടീശ്വരന്മാരും സംസ്ഥാനത്തെ സാധാരണക്കാരും തമ്മിലുള്ള ആശയങ്ങളുടെ പോരാട്ടത്തെയാണ്. രാജ്യത്ത് രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. ഒരു വശത്ത് ഇന്ത്യൻ സഖ്യവും മറുവശത്ത് ബിജെപിയും RSSും. ഒരു വശത്ത് സ്നേഹവും ഐക്യവും സാഹോദര്യവും മറുവശത്ത് വിദ്വേഷവും അക്രമവുമാണ് നിലനിൽക്കുന്നത്. ക്രോധവും അഹങ്കാരവുമാണ് ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നതും. അതേസമയം ബിജെപി RSS അത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി. പാവപ്പെട്ടവരുടെയും കർഷകരുടെയും ചെറുകിട കച്ചവടക്കാരുടെയും പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് ശതകോടീശ്വരന്മാർക്ക് കൈമാറാനാണ് അവർ പ്രധാനമായും ശ്രമിക്കുന്നത്. ഇന്ന് അദാനിയും സാധാരണക്കാരും വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഒരേ GST ആണ് നൽകുന്നതും. പ്രധാനമന്ത്രി മോദി കോടികളുടെ കടങ്ങൾ എഴുതിത്തള്ളുകയുണ്ടായി. 25 വൻകിട വ്യവസായികളുടെ 16 ലക്ഷം കോടി എന്നിട്ടും നിങ്ങളുടെ വായ്പകൾ 1 രൂപ പോലും ഇളവ് വാഗ്ദാനം ചെയ്തിട്ടില്ല എന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു.